Hi dears, welcome to the world of English. It is me, Iyasar from M Solution. ഇനി എന്തിനാ വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ വീഡിയോയുമായിട്ടാണ്. ശരിക്കും നോക്കിക്കോ, നമ്മളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് കാണാൻ ചാൻസ് ഉള്ള അപ്രിസിയേഷൻ ഏതാ പല മക്കളും ചോദിക്കുന്നുണ്ടായിരുന്നു. എടാ നമുക്ക് രണ്ട് പോയംസ് ആണ്, ഒരു പോയം ഒരു സോങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കേസായിരിക്കും എന്താ, പോയത്തിൽ നിന്ന് അപ്രിസിയേഷൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്തുണ്ട്, ഇതൊരു സോങ് ആയതുകൊണ്ട് അതിൽ നിന്ന് അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം ഐ തിങ്ക് നമ്മുടെ ഒരു സീഡ്ലിങ്ങിൻ്റെ പോയം, സീഡിങ് ഒരു പോയവും നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസ് ഒരു സോങ്ങും ആയതുകൊണ്ട് സാറിന് തോന്നുന്നു ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു അപ്രിസിയേഷൻ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സീഡ്ലിംഗ് എന്നുള്ള ഒരു പോയത്തിൽ നിന്നായിരിക്കും. അതല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ചോദിക്കുന്നത് എന്തായിരിക്കും, ഈ ഒരു അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നും ആയിരിക്കും. ലൈൻ ബൈ ലൈൻ ലൈൻ തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, സ്റ്റാൻഡ് ചോദിക്കുന്നത് അല്ലേ. സോ അങ്ങനെ നമ്മളോട് ഈ ഒരു സീഡ്ലിങ്ങിൻ്റെ അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ എഴുതണം സാർ? കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്രിസിയേഷൻ ഓഫ് ദ പോയം ദ സീഡ്ലിംഗ്, പോൾ ലോറൻസ് ഡൺബർ. ശരിക്കും നോക്കിക്കോ, ദ സീഡ്ലിംഗ് അതായത് കൃത്യമായിട്ട് ആരാണ് ഈ പോയം എഴുതിയത്. ഫസ്റ്റ് പറഞ്ഞത് എന്താ, ദ പോയം സീഡ്ലിംഗ് കണ്ടോ, റിട്ടൺ ബൈ ആരാണ് എഴുതിയത്, മീനിങ് ഫുൾ പോയം, ദെൻ പോൾ ലോറൻസ് ഡൺബർ ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം ദാറ്റ് ഹൈലൈറ്റ്സ് പവർ ഓഫ് ഹോപ്പ്, പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ എന്ത്, ഹ്യൂമൻ ലൈഫിനോട് കമ്പയർ ചെയ്യുന്നത്. ടിനി സീഡ്ലിംഗ് സ്ട്രഗിൾ ത്രൂ ദ സോയിൽ, എന്താണ് റീച്ച് സൺലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു സീഡ്ലിങ്ങിൻ്റെ ഒരു ജീവിതം ഒരു മനുഷ്യൻ്റെ ലൈഫുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പെർസിവറൻസും ഡെഡിക്കേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അച്ചീവിങ് സക്സസ് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം ഈ പോയം നൽകുന്ന മെസ്സേജ് എന്താണ്, എന്ത് മെസ്സേജാണ് ഈ പോയം നൽകുന്നത്. The message of the poem is that growth is slow and difficult. പതിയെ പതിയെ വളർന്നു വരുന്ന ഒരു സീഡ്ലിങ്ങിൻ്റെ ഒരു മെസ്സേജാണ്. പതിയെയാണ് നമ്മുടെ ലൈഫൊക്കെ വളരുന്നത്, അതുപോലെ തന്നെയാണ് ഇത് ആ സീഡ്ലിംഗ് വളരുന്നത്. ബട്ട് എഫേർട്ട് ഫെയ്ത്ത് ഓൾവേസ് ലീഡ് ടു പ്രോഗ്രസ്, ജസ്റ്റ് ആസ് സീഡ്ലിംഗ് മസ്റ്റ് പുഷ് ത്രൂ ഡാർക്ക്നെസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എടാ സിമ്പിളാണ്. ദെൻ ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ഫേസ് സ്ട്രഗിൾ റൈസ് ടു ഫ്ലറിഷ് എന്ന് പറയുന്നുണ്ട്. എല്ലാ മനുഷ്യനും എന്ത് ചെയ്യേണ്ട, ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത്, ഈ സീഡ്ലിങ്ങും വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് ആരും വരുന്നത്, സീഡ്ലിംഗ് വളർന്നു വരുന്നത്. പിന്നെ ഈ പോയത്തിൻ്റെ ടോൺ അല്ലേ, ഒപ്റ്റിമിസ്റ്റിക് ആണ് ആൻഡ് എൻകറേജിങ് ആണ്. ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്, എൻകറേജ്, നമുക്ക് ഭയങ്കര പ്രോത്സാഹനം നൽകുന്ന ഒരു സോങ് ആണെന്ന് പറയുന്നുണ്ട്. സോങ് അല്ല, ഒരു പോയമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ യൂസ് ചെയ്ത ലിറ്റററി ഡിവൈസ് എന്തൊക്കെയാണ്, മെറ്റഫർ അല്ലേ. മെറ്റഫർ യൂസ് ചെയ്ത്, എവിടെ മെറ്റഫർ യൂസ് ചെയ്തത്, ദ സീഡ്ലിംഗ് റെപ്രസെന്റ്സ് ഹ്യൂമൻ ലൈഫ്. അറിയാലോ അല്ലേ, സീഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യാം. സീഡ്ലിംഗും മനുഷ്യരും തമ്മിൽ വലിയ ബന്ധമുണ്ടോ, ഭയങ്കര വലിയ കണക്ഷൻ ഒന്നുമില്ല, ഒരുപോലെയാണോ, അല്ല. സോ അതിനെ ലൈക്കും ആസും ഉപയോഗിക്കാതെ ഇൻഡയറക്റ്റ് ഒരു കമ്പാരിസൺ നടത്തി, അതിനാ മെറ്റാഫർ എന്ന് പറയുന്നത്. സോ പെർസോണിഫിക്കേഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ജീവനുള്ള വസ്തുവിൻ്റെ ക്വാളിറ്റി എടുത്തിട്ട് ജീവനില്ലാത്ത വസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. സീഡ്ലിംഗ് ഈസ് ഗിവൺ ഹ്യൂമൻ ക്വാളിറ്റീസ് ലൈക്ക് സ്ട്രഗിൾ ആൻഡ് ഡിറ്റർമിനേഷൻ. ഓക്കെ, ദെൻ പിന്നെ നോക്കിക്കോ, ഇമേജറി, വേർഡ്സ് റിലേറ്റഡ് സോയിൽ, ലൈറ്റ്, ഗ്രോത്ത്, ക്രിയേറ്റ് വിവിഡ് പിക്ചർ ഓഫ് നേച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അതൊക്കെ ഇമേജറീസ് ആണ് കേട്ടോ. വേർഡ്സ് റിലേറ്റഡ് സോയിൽ, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാണാൻ പറ്റും, ലൈറ്റുമായി ബന്ധപ്പെട്ട, വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെന്താ, സിംബോളിസം, ലൈറ്റ് സ്റ്റാൻഡ്സ് സക്സസ് ആൻഡ് ഹോപ്പ്. ലൈറ്റ് സ്റ്റാൻഡ്സ് ഫോർ സക്സസ് ആൻഡ് ഹോപ്പ്, വിജയത്തിനും പ്രതീക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇൻ കൺക്ലൂഷൻ, ഇതിൻ്റെ അവസാനം കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ട്. എടാ ഞാൻ നമ്മുടെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ വീഡിയോ സാർ മുന്നേ ചെയ്തിട്ടുണ്ട്. ഓൾ ഡിസ്കോഴ്സ് ഇൻ വൺ വീഡിയോ എന്നുള്ള ആ ഒരു വീഡിയോയിൽ കണ്ടന്റിൽ സാർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, അപ്രിസിയേഷൻ്റെ മോഡൽ ചെയ്തേണ്ടത് കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു കൺക്ലൂഷൻ കൊടുത്ത് എന്ത് ചെയ്യാം, ആ ഒരു സാധനം അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയം എന്ന് സാറ് പറയുന്നത് നമ്മുടെ സീഡ്ലിംഗ്. അത് സീഡ്ലിംഗ് ചോദിക്കാനുള്ള കാരണം അതൊരു പോയം ആയതുകൊണ്ടാണ്. കാരണം സോങ്ങിൽ നമ്മുടെ അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. സോ എന്നാൽ നോക്കിക്കോ, ഇത് എന്ത് ചെയ്തോ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചോ, ഇത് സെറ്റാക്കിയിട്ട് പഠിച്ചോ. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് അപ്രിസിയേഷൻ ചോദിച്ചിട്ടില്ലെങ്കിൽ അപ്രിസിയേഷൻ ചോദിക്കുന്നത് എന്തായിരിക്കും, അനദർ ഡേ ഇൻ പാരഡൈസ് എന്നായിരിക്കും. നമുക്ക് സെറ്റാണല്ലോ. അപ്പോൾ അതിന് പറ്റിയ പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സാറ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സാറ് പറഞ്ഞു അപ്രിസിയേഷൻ നമ്മുടെ സീഡ്ലിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലൈൻ ബൈ ലൈൻ. അപ്പോൾ ലൈൻ ബൈ ലൈൻ ചോദിക്കുകയാണെങ്കിലും ചോദിക്കാൻ ചാൻസ് 2-3 ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞുതരാം. അതായത് തിങ്ക് ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതായത് എല്ലാവർക്കും അറിയാം, അതന്നെ ആയിരിക്കും ഇനി ചോദിക്കാന്നുള്ളത്. ബിക്കോസ് കാരണം എന്താ, നമുക്ക് ആ പോയത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻസ് ഏതാണ്, അതാണ് തിങ്ക് ട്വൈസ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ അല്ല, ഒരു ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് എന്നായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാം, അതെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്ത്, റെഫ്രെയിൻ ആണെന്ന് പറയുന്നത്, ഫിഗർ ഓഫ് സ്പീച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം രണ്ട് സാധനത്തിനെ കുറിച്ചിട്ടും. ഓക്കെ, സീഡ്ലിംഗും ഉണ്ട്,
അതേപോലെ അനദർ ഡേ ഇൻ പാരഡൈസ് ഉണ്ട്. എടാ അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. എടാ പാരഗ്രാഫ് ചോദിക്കുന്നത് നമുക്ക് 2 പോയംസ് തരും. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ളൊരു പോയം തരും. അതേപോലെ എന്ത് തരും, നമ്മുടെ ഹീൽ ദ വേൾഡ്. അത് ഹീൽ ദ വേൾഡ് എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഹീൽ ദ വേൾഡ് എന്നൊരു മൈക്കിൾ ജാക്സന്റെ പോയിന്റ്. സോ അതും തരും. ഈ പോയല്ല സോങ്, ഈ 2 സോങ് നമ്മളോട് എന്ത് പറയും, കമ്പയർ ചെയ്യാൻ പറയും. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഹീൽ ദ വേൾഡും അനദർ ഇൻ പാരഡൈസും. ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്. എടാ ഇതാണ് ആ കമ്പാരിസൺ. ശരിക്കും നോക്കിക്കോ, അനദർ ഡേ ഇൻ പാരഡൈസും അതേപോലെ മൈക്കിൾ ജാക്സന്റെ പിന്നെ ഹീൽ ദ വേൾഡും. ഷോ നോക്കിക്കോടാം, 2 പോയംസ് എന്താണ്, ഹീൽ ദ വേൾഡ് ബൈ മൈക്കിൾ ജാക്സൺ ഡീൽ വിത്ത് ഹ്യൂമൻ സഫറിങ്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബട്ട് ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് വ്യത്യസ്തമായി മാറ്റുള്ള പെർസ്പെക്റ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അനദർ ഡേ ഇൻ പാരഡൈസ് എക്സ്പോസസ് ദ ഇൻഡിഫറൻസ് ഓഫ് സൊസൈറ്റി ടുവാർഡ്സ് ഹോംലെസ്. അതായത് അനദർ ഡേ ഇൻ പാരഡൈസിൽ പറയുന്നത് എന്താണ്, ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ സൊസൈറ്റിയിലുള്ള ഇൻഡിഫറൻസിനെ കുറിച്ചാണ്. ഷോയിങ് ഹൗ പീപ്പിൾ ഇഗ്നോർ പെയിൻ അതേഴ്സ് വൈൽ എൻജോയിങ് ദെയർ കംഫർട്ട് എന്ന് പറയുന്നുണ്ട്. സോ ഷോയിങ് ഹൗ പീപ്പിൾ ഇഗ്നോർ, എങ്ങനെയാണ് ജനങ്ങൾ ഒഴിവാക്കപ്പെടുന്നത്, പെയിൻ ഓഫ് അതേഴ്സ് വൈൽ എൻജോയിങ് ദെയർ ഓൺ കംഫർട്ട്, സ്വന്തം കംഫർട്ടിൽ നിന്നും അവർ പിന്നെ ദുഃഖിതരായി മാറപ്പെടുന്ന റീസൺസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദെൻ പിന്നെന്താ, ഓൺ ദ അതർ ഹാൻഡ് ഹീൽ ദ വേൾഡ് കേരിയസ് ഹോപ്പ്ഫുൾ മോട്ടിവേറ്റിംഗ് മെസ്സേജ്. ആ ഒരു പോയിന്റ് തരുന്ന എന്താണ്, ഒരു മോട്ടിവേറ്റിംഗ് മെസ്സേജ് ആണ്. അർജിങ് പീപ്പിൾ ടു ഷോ കെയർ, എന്ത് കാണിക്കുന്നു, ജനങ്ങളോട് കെയർ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ലവ് ആൻഡ് കമ്പാഷൻ കാണിക്കുന്നു. ടു മേക്ക് ദ വേൾഡ് ബെറ്റർ പ്ലേസ് ഫോർ എവരി വൺ, എല്ലാവർക്കും നല്ലൊരു ബെറ്റർ വേൾഡ് ആയിക്കൊണ്ട് എന്തിനെ മാറ്റുന്നു, ആ ഒരു പോയം മാറ്റുന്നുണ്ട്. വൈൽ കോളിൻസ് ക്രിട്ടിസൈസസ് ഹ്യൂമൻ എംപതി, അതേപോലെ ഫിൽ കോളിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ എംപതിയെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. ജാക്സൺ ഇൻസ്പയർസ് പോസിറ്റീവ് ആക്ഷൻ, അതേപോലെ മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്യുന്ന പോസിറ്റീവ് ആക്ഷനെ ഇൻസ്പയർ ചെയ്യുന്നു. Together, the song stress need for empathy and collective responsibility to build the human world എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ. ഇതാണല്ലോ നമ്മുടെ ഈ 2 പോയിന്റ് പാരഗ്രാഫ് ചോദിക്കുമ്പോൾ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, സെറ്റാണല്ലോ. ഇതിന് ആൻസർ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ ഇനി അടുത്തത് പറയുന്നത് വേറെ ചോദ്യം. അതായത് നമ്മുടെ ശകുന്തളയുടെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് ഇത്, കിങ് ദുഷ്യന്ത അല്ലേ. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിങ് ദുഷ്യന്ത. ദുഷ്യന്തൻ രാജാവിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാമിന് ചോദിച്ചേക്കാം. 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കിങ് ദുഷ്യന്ത രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കറേജ്, കൈൻഡ്നെസ്, പിറ്റ്, റൊമാൻസ്, ഹ്യൂമിലിറ്റി, നൊബിലിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ദുഷ്യന്തൻ രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്നത്. അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിക്കോ, ഇത് സ്റ്റാർട്ടിംഗ് ആണ്. സാറ് ഫസ്റ്റിലെ പാരഗ്രാഫ് പറയുന്നുണ്ട്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിങ് ദുഷ്യന്ത. കിങ് ദുഷ്യന്ത ഹീറോ ഓഫ് കാളിദാസ ശകുന്തളം. കാളിദാസിന്റെ ശകുന്തളത്തിൽ ഒരു ഹീറോ ആണ് അദ്ദേഹം. ഈസ് എ പോർട്രേറ്റ് ആൻ ഐഡിയൽ റൂറൽ എൻഡോഡ് നോബിൾ അഡ്മിറബിൾ ക്വാളിറ്റീസ്. ദോ ഹി ഈസ് എ പവർഫുൾ കിങ് ഹി ഷോസ് ദ ഗ്രേറ്റ് ഹ്യൂമിലിറ്റി റെസ്പെക്ട് ടുവാർഡ്സ് ഹെർമിറ്റ് ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ആ കാട്ടിൽ ജീവിക്കുന്ന എന്തിൻ്റെ, ഹെർമിറ്റ്സിൻ്റെ സന്യാസിമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദെൻ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ദോ ഹീസ് എ പവർഫുൾ, അദ്ദേഹം ഭയങ്കര പവർഫുൾ ആയ കിങ് ആണ്. ഹി ഷോസ് ഗ്രേറ്റ് ഹ്യൂമിലിറ്റി ആൻഡ് റെസ്പെക്ട് ടുവാർഡ്സ് ദ ഹെർമിറ്റ് ഓഫ് ദ ഫോറസ്റ്റ്. അതായത് അദ്ദേഹം ആ 2 ഹെർമിറ്റ്സ്, 2 സന്യാസിമാർ വന്നപ്പോൾ അവരോട് വളരെ അടിപൊളിയാണ് അദ്ദേഹം പെരുമാറിയത്. വെൻ ഹി എൻറ്റേഴ്സ് ദ ഹെർമിറ്റേജ് ഡ്യൂറിങ് ദ ഹണ്ട്, അദ്ദേഹം വേട്ടൻ്റെ സമയത്ത് എന്ത് ചെയ്തു, എവിടെ കയറി, ആ ഒരു പിന്നെ എന്താ പറയുക, ഹെർമിറ്റ് ആശ്രമത്തിൽ കയറി. ഹി ഇമ്മീഡിയറ്റ്ലി വിഡ്രോസ് ഹണ്ടിങ് ലേസ് എസൈഡ് വെപ്പൺസ് ഷോയിങ് റെവറൻസ് ആൻഡ് പീസ്ഫുൾ സെയിൽ ഓഫ് ലൈഫ് ഓഫ് സൈജസ് എന്ന് പറയുന്നുണ്ട്. അവളങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുന്ന സൈജുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ ദുഷ്യന്ത കിങ് ഹേർട്ടഡ് ആൻഡ് കമ്പാഷനേറ്റ്. ദുഷ്യന്തൻ്റെ ഭയങ്കര കിങ് ഹേർട്ടഡ് ആൻഡ് കമ്പാഷനേറ്റ് ആണ്. ഹി ഒബേസ്, അദ്ദേഹം അനുസരിക്കുന്നു. ദ സിമ്പിൾ ഹെർമിറ്റ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എന്താ പറയുക, സന്യാസിമാർ കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒറ്റടിക്ക് അനുസരിക്കണം. പ്രൂവിങ് ദ ഗ്രീറ്റ്നസ് ആർ ദി ലൈസ് ഇൻ സെൽഫ് കൺട്രോൾ ഒബീഡിയൻസ് ദ മോറൽ വാല്യൂസ് എന്ന് പറയുന്നുണ്ട്. ഹിസ് പിറ്റി റെസ്പെക്ട് ഫോർ റൈറ്റ്നസ് വിൻ ദ ട്രസ്റ്റ് ആൻഡ് അഫെക്ഷൻ ഓഫ് ഹെർമിറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് അഫെക്ഷൻ ഫോർ ദ ഹെർമിറ്റ്. ആ ഹെർമിറ്റ്സിനോട് നല്ലൊരു വിശ്വാസവും കൂറും നല്ല അഫെക്ഷനൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു ആരും, നമ്മളുടെ ആ ഒരു ദുഷ്യന്തൻ രാജാവ് എന്ന് പറയുന്നത്. ഹി ആൾസോ എ റൊമാൻറ്റിക് ആൻഡ് സെൻസിറ്റീവ്. അദ്ദേഹം നല്ല റൊമാൻറ്റിക്കായ ഭയങ്കര സെൻസിറ്റീവായ മനുഷ്യനാണ്. ആസ് സീൻ ആസ് ഹിസ് സിൻസിയർ ലവ് ഓഫ് ശകുന്തള അറ്റ് ദ സെയിം ടൈം ഹി പോസസ് ദ കറേജ് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം സെയിം ടൈമിൽ നല്ല കറേജും ലീഡർഷിപ്പുള്ള വ്യക്തിയായിരുന്നു.
essential qualities of true king, his nobility, character, humility, kindness, moral integrity, help in conquer not only kingdoms but also heart of hermits എന്ന് പറയുന്നുണ്ട്. അതായത് രാജാക്കന്മാരെ പോലെ രാജാധികാരം കാണിക്കുന്ന രാജാവായിരുന്നില്ല കിങ് ദുഷ്യന്ത എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം നല്ലൊരു അടിപൊളി വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ ഒരു എന്താ പറയുക, നമ്മുടെ സന്യാസിമാരുടെ ഹൃദയങ്ങൾ അവരുടെ വാക്കുകൾ കൊണ്ട് അവരുടെ വാക്കുകൾ കേട്ടെടുത്ത് അനുസരിച്ചപ്പോൾ ആ സന്യാസിമാരുടെ ഹൃദയങ്ങൾ ലോല ഹൃദയന്മാരെ പോലെ ആയി ആര്, നമ്മുടെ ഈ രാജാവ് എന്നൊക്കെ പറയുന്നുണ്ട്. എടാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ സാർ, സിമ്പിൾ ആയിട്ടാ ഓരോ ക്വസ്റ്റ്യനും പറയാണ്. ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോഷ്കോം എന്ന് പറയുന്നത്. എടാ ഹോഷ്കോമിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് 7 മാർക്കിനാണ്. എടാ 6 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. 6 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ എന്ത് ചെയ്യും ഈ ഒരു സാധനം ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ഹോഷ്കോമിന്റെ അറിയാം അല്ലേ, അതായത് ഒരു ചെറിയ കുറ്റം കാരണം, അല്ലെങ്കിൽ ചെറിയ കുറ്റം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ കാര്യം കഷ്ണം എടുത്തതിൻ്റെ പേരിൽ സ്വന്തം ലൈഫ് തന്നെ ട്രോമയായിപ്പോൾ ഒരു മനുഷ്യനുണ്ട്, അയാളാണ് ആ ഹോഷ്കോം എന്ന് പറയുന്നത്. ആ ഹോഷ്കോമിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ നോക്കിക്കോ സാർ, സിമ്പിളായി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളാം. ഹോഷ്കോം ഈസ് എ പുവർ സിമ്പിൾ പെസൻറ്റ്. ഹോഷ്കോം എന്താ, ഒരു പാവപ്പെട്ട സിമ്പിൾ പെസൻറ്റ് ആണ്. ഹീസ് എ പ്രാക്ടിക്കൽ സേവ്സ് വിത്ത് സ്മാൾ തിങ്സ് ലൈക്ക് എ പീസ് ഓഫ് സ്ട്രിങ്. അദ്ദേഹം ചിന്തിക്കുന്ന കാര്യം എന്താ, അദ്ദേഹത്തിന് ഉപകാരമുള്ള എന്ത് വസ്തുക്കൾ ഇട്ടാണെങ്കിലും അദ്ദേഹം എടുക്കും എന്നുള്ളതാണ്. ഹി ഹാസ് സ്ട്രോങ് ആൻഡ് ഡിറ്റർമൈൻ നേച്ചർ. അദ്ദേഹത്തിന് നല്ല സ്ട്രോങ് ആയുള്ള ഡിറ്റർമൈൻ നേച്ചറാണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ഹി നെവർ ഗീവ്സ് അപ്പ് അക്യൂസ്ഡ് റോങ്ലി. അദ്ദേഹത്തെ തെറ്റായിട്ട് ആരോപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചില്ല. ഹി കെയർസ് എ ലോട്ട് അബൌട്ട് ഹിസ് ഹോണർ, കീപ്പ് ഓഫ് എക്സ്പ്ലെയിനിങ് ഹിസ് ഇന്നസെൻസ് എവരിവൺ. എല്ലാവരോടും തൻ്റെ ആ ഇന്നസെൻസ്, തൻ്റെ നിഷ്കളങ്കത, തൻ്റെ സത്യസന്ധത പിന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാനിത് എടുത്തിട്ടില്ല, ഞാൻ കയറും കഷ്ണമാണ് എടുത്തത്, ഞാൻ എന്തെടുത്തില്ല, പോക്കറ്റ് ബുക്ക് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ബട്ട് ദ പീപ്പിൾ മിസ്ട്രസ്റ്റ് ഹിം ബിക്കോസ് ഹി ഈസ് പുവർ. അദ്ദേഹം പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും എന്ത് ചെയ്തു, വിശ്വസിച്ചില്ല എന്ന് പറയാണ്. ദിസ് ഫാൾസ് ബ്ലെയിം ട്രബിൾസ് ഹിം ഡീപ്ലി ആൻഡ് കനോട്ട് ഫൈൻഡ് പീസ്. അദ്ദേഹത്തിന് സമാധാനം കണ്ടെത്താനായില്ല. ഇന്ത്യൻ്റെ അവസാനം ഹിസ് എൻലെസ് എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ അവസാനിക്കാത്ത എഫേർട്ട് എന്ത് ചെയ്തു, പ്രൂവ് ഹിസ് ഹോണസ്റ്റി, മേക്ക് ഹിം വീക്ക് ടു ലീഡ് ഹിസ് സാഡ് ഡെത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ പാവപ്പെട്ട, അദ്ദേഹം സത്യം പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഹോഷ്കോമിൻ്റെ ആ ജീവിത സിറ്റുവേഷൻ എല്ലാവർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അതായത് അദ്ദേഹം ഒരുപാട് വിഷമങ്ങളോട് കൂടിയാണ് അദ്ദേഹം മരിച്ചു പോയതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഹോഷ്കോമിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെറ്റാണല്ലോ. യെസ്, അതിനുശേഷം എഴുതേണ്ടതാ പത്മഭൂഷൺ ഡോക്ടർ സാലിം അലി. ഡോക്ടർ സാലിം അലിക്ക് ഒരു ഇമെയിൽ അയക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി വായിച്ച് നിങ്ങൾ ഇൻസ്പയർ ആയിക്കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിനല്ല നിങ്ങൾ അയക്കേണ്ടത്, സാലിം അലിയെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സാലിം അലിക്കൊരു ഇമെയിൽ അയക്കണം. അപ്പോൾ സാലിം അലിക്ക് ഇമെയിൽ അയക്കുമ്പോൾ എങ്ങനെ അയക്കുക, 6 മാർക്കിനാണ് ഇമെയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ നോക്കിക്കോടാം, ഡോക്ടർ സാലിം അലി @gmail.com. ഫ്രം കൊടുക്കണം. ഫ്രം ഇതിൽ കൊടുത്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രം കൊടുക്കണം. ഫ്രം എന്ത് ചെയ്യുക, സ്വന്തം അഡ്രസ്സാണ് കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണ്ട, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, abcd@gmail.com. ഓക്കെ, പിന്നെ ABCD നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയ എഴുതാൻ ശ്രമിക്കുക, വലിയ അക്ഷരം എഴുതരുത്. ഓക്കെ, സോ ചെറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമെയിൽ അഡ്രസ്സ് കണ്ടോ, ഇതൊക്കെ ചെറിയ. ഓക്കെ, മനസ്സിലായോ? ടു സാലിം അലി, സബ്ജക്റ്റ് എന്താ, ഹെർട്ട് ഫെൽറ്റ് കൺഗ്രാജുലേഷൻ ടു ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. അതായത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ അതിൽ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, റെസ്പെക്റ്റഡ് ഡോക്ടർ സാലിം അലി, ഐ ഹോപ്പ് ദിസ് മെയിൽ ഫൈൻഡ് യു ഗുഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹൈ സ്പിരിറ്റ്. ഞാൻ ഈ നിങ്ങളിലേക്ക് ഒരു ഇമെയിൽ അയക്കുമ്പോൾ നിങ്ങൾ നല്ല ഹെൽത്തുള്ള, അതായത് നിങ്ങൾ ഉഷാറായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് യു ദെൻ കംപ്ലീറ്റിംഗ് 50 റിമാർക്കബിൾ ഇയേഴ്സ് ഓഫ് ഡെഡിക്കേറ്റഡ് ബേർഡ് വാച്ചിങ് ആൻഡ് റിസർച്ച് വിച്ച് ഹാവ് റൈറ്റ്ലി ഏൺഡ് യു ദ പ്രസ്റ്റീജിയസ് ടൈറ്റിൽ ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾ ഒരു ബേർഡ് മാനായി വർക്ക് ചെയ്തുകൊണ്ട്, ആ ഓർണിറ്റോളജിയിൽ നല്ല പോലെ വർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ആ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പുരസ്കാരം അല്ലെങ്കിൽ ആ ഒരു പേര് നിങ്ങൾ നേടിയെടുത്തത്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഡെഡിക്കേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ കൺഗ്രാജുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയണം. അതിനുശേഷം എന്താ, യുവർ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ടു സ്റ്റഡി ദ കൺസർവേഷൻ ഓഫ് ബേർഡ്സ്. അതേപോലെ അദ്ദേഹം പഠിച്ചൊരു കൺസർവേഷൻ സ്റ്റഡി. ദെൻ ചലഞ്ചിങ് ഓൺ ഹെയർ റേസിംഗ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് ഒരുപാട് ഹെയർ റേസിംഗ് രോമാഞ്ചമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇറ്റ്സ് എ ട്രൂലി ഇൻസ്പയറിംഗ്. അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. യുവർ പാഷൻ, നിങ്ങളുടെ പാഷനും നിങ്ങളുടെ പേഷ്യൻസും ആൻഡ് കറേജ് ഹാവ് നോട്ട് എൻറിച്ച്ഡ് ദ ഇന്ത്യൻ ഓർണിറ്റോളജി ബട്ട് ഹാവ് ആൾസോ ക്രിയേറ്റഡ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് അവർ നേച്ചുറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായവിടെ? സെറ്റാണല്ലോ. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ, അതിന് മീനിങ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ യു വർക്ക് കണ്ടിന്യൂസ് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ്. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ വർക്ക് തുടരുക, എന്നിട്ട് സ്റ്റുഡൻസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക. നേച്ചുറൽ ലവേഴ്സ്, അതായത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ. ആൻഡ് റിസർച്ച് ടു ടേക്ക് അപ്പ് ദ ബേർഡ് വാച്ചിങ് ആൻഡ് കൺസർവേഷൻ വിത്ത് enthusiasm and responsibility എന്ന് പറയുന്നുണ്ട്. യു ഹാവ് ഷോൺ us that dedication to nature can bring meaningful change in society. അതായത് പറയുന്ന കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് യു ഹാവ് ഷോൺ us, നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും, that dedication to nature,
ഡെഡിക്കേഷൻ ടു നേച്ചർ, പ്രകൃതിയുള്ള ഡെഡിക്കേഷൻ കാണിക്കണം. ആൻഡ് ക്യാൻ ബി ബ്രിങ് മീനിങ് ഫുൾ ചേഞ്ച് ഓഫ് സൊസൈറ്റി. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. വൺസ് അഗെയിൻ വീണ്ടും എൻ്റെ ഹേർട്ട്ഫുൾ കൺഗ്രാജുലേഷൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവർ ലൈഫ് വിൽ കണ്ടിന്യൂ ഇൻസ്പയറിംഗ് ജനറേഷൻ ടു കം. ഇനി വരാൻ പോകുന്ന ജനറേഷനും നിങ്ങളുടെ ആ ഒരു ജീവിതവും ആ ഒരു ലൈഫും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യുവർ സിൻസിയർലി എന്താണോ പേര് ആ പേര് കൊടുക്കുക. ദെൻ അദ്ദേഹം ഡെസിഗ്നേഷനും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഇമെയിൽ അവസാനിപ്പിക്കുക. ഓക്കെ, ദാറ്റ്സ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ത്, ഡീറ്റെയിൽഡ് റിവ്യൂ. ശാകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു സാധനമാണിത്, ഡീറ്റെയിൽഡ് റിവ്യൂ എന്ന് പറയുന്നത്. സോ നോക്കിക്കോ, ശാകുന്തളം കാളിദാസ ഇസ് എ ടൈംലെസ് മാസ്റ്റർ പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശാകുന്തളത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡീറ്റെയിൽഡ് റിവ്യൂ എന്ന് പറയുന്നത്. 7 മാർക്കിനാണ് ഡീറ്റെയിൽഡ് റിവ്യൂ ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്താൽ നോക്കിക്കോ. റിവ്യൂ ഓഫ് ദ പ്ലേ ശാകുന്തള ബൈ കാളിദാസ. Kalidasa Shakuntala is a timeless Sanskrit classic. Beautifully blends romance, nature, pity, divine intervention. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലേ അല്ലെങ്കിൽ സ്റ്റോറിയാണെന്ത് നമ്മളുടെ ആ ഒരു ശാകുന്തളം എന്ന് പറയുന്നത്. The play stands out the emotional depth, lyrical beauty and vivid portrayal of human feelings set against the serene backdrop of nature എന്ന് പറയുന്നുണ്ട്. അതായത് അതിൽ പറയുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. Through poetic language, rich imagery, Kalidasa makes play both emotionally moving, visually appealing. ഇമോഷണലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അടിപൊളി സാധനം അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പോയറ്റിക് ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര റിച്ച് ഇമേജറീസ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ വൈൻ, ശകുന്തള, പിന്നെന്തായിരുന്നടാ നമ്മളെ അനുസൂയ, പ്രേമതൊക്കെ പറഞ്ഞ സാധനങ്ങളായിരുന്നു. മാംഗോ ട്രീ, സ്പ്രിംഗ് ക്രീപ്പർ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാളിദാസ മേക്സ് പ്ലേ ബോത്ത് ഇമോഷണലി മൂവിങ്, വിഷ്വലി അപ്പീലിംഗ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പ്ലോട്ട് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഈ ഒരു നമ്മളുടെ ആ നാടകത്തിൻ്റെ പ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ബിഗിൻസ് വിത്ത് കിക്കിംഗ് ദുഷ്യന്ത പേഴ്സൂയിങ് എ ഡിയർ ഡ്യൂറിങ് എ ഹണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഹണ്ട് ചെയ്തുകൊണ്ട് കേട്ടോ, ഒരു ഹണ്ടിൻ്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പേഴ്സൂയിങ് എ ഡിയർ ഡ്യൂറിങ് ദ ഹണ്ട് ആസ് ഹി ഒബ്സർവേഴ്സ് ദ ഗ്രേസ് ആൻഡ് ബ്യൂട്ടി ഓഫ് ആനിമൽ എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് എന്തിനായിരുന്നു, ആ ഒരു ആനിമലിൻ്റെ ബ്യൂട്ടി ആയിരുന്നു. ദ സീൻ ഗ്രാജുവലി ഷിഫ്റ്റ് ടു എ പീസ്ഫുൾ ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു സീനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവന്നു. എ ഹെർമിറ്റ് അഡ്വൈസസ് ദ കിങ് സ്റ്റോപ്പ് ദ ഹണ്ട്. പിന്നെ നമ്മുടെ എന്ത് ചെയ്തു, ആര് വന്നു, എടാ നമ്മളെ ഇയാൾ വന്നില്ലേ, നമ്മുടെ 2 ആൾക്കാർ വന്നല്ലോ, എന്താളെ പേര്, സന്യാസിമാർ വന്നു, 2 സന്യാസിമാർ വന്നിട്ട് എന്ത് ചെയ്തു, ആ രാജാവിനെ ഉപദേശിച്ചു, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതിനെ ഹണ്ട് ചെയ്യേണ്ട, ഹണ്ട് ചെയ്ത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ആൻഡ് കിങ് ദുഷ്യന്ത റെസ്പെക്റ്റീവ്ലി ഗീവ്സ് അപ്പ് ഹിസ് അറ്റംപ്റ്റ് ഷോയിങ് ഹിസ് റെവറൻസ് സ്പിരിച്വൽ ലൈഫ് ഫില്ലഡ് വിത്ത് പിറ്റി ഹി ഡിസൈഡ് ടു എൻ്റർ ദ സേജ് കൺവാസ് ഹെർമിറ്റേജ്. അദ്ദേഹം നമ്മുടെ സേജ് കൺവാ മഹർഷിയുടെ ആ ഒരു എന്താ പറയുക, പിന്നെ ആശ്രമത്തിലേക്ക് അദ്ദേഹം പോകുന്നൊക്കെ ഉണ്ട് അല്ലേ. ദർ ഹി ഹാപ്പൻസ് ടു സീ ശകുന്തള ഹു ഈസ് ജെന്റിൽ മൂവ്മെന്റ്സ്, ടെൻഡർ ഫെമിനിൻ ക്വാളിറ്റീസ് ക്യാപിറ്റീവ് ഹിം എന്ന് പറയുന്നുണ്ട്. സോ ജെൻഡർ ഫെമിനിൻ ക്വാളിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ ദർ മീറ്റിംഗ് മാർക്സ് ബിഗിനിങ് ഓഫ് ദ ഡീപ്പ് റൊമാൻറ്റിക് ബോണ്ട്. അതായത് കിങ് ദുഷ്യന്തയും ശകുന്തളയും തമ്മിലുള്ള മീറ്റിംഗ് ഡീപ്പ് റൊമാൻറ്റിക് ബോണ്ടിലേക്ക് പോകുന്നു. ആസ് ദ സ്റ്റോറി പ്രോഗ്രസസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഡെസ്റ്റിനി, ഡിവൈൻ ഇൻ്റർവെൻഷൻ ടെസ്റ്റ് ദെയർ ലവ് അൾട്ടിമേറ്റ്ലി ലീഡിങ് ദ റീയൂണിയൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഏട്ടാ പ്ലോട്ടിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദുഷ്യന്തൻ രാജാവും ശാകുന്തളം തമ്മിൽ കാണുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് ലാസ്റ്റ് വരുമ്പോൾ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ദ ക്യാരക്ടറൈസേഷൻ ഈസ് ദ പ്ലേ റീഡിഫൈൻഡ് ആൻഡ് റിയലിസ്റ്റിക്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പ്രസിദ്ധത്തിലുള്ള ഒരു പ്ലേ ആണിത്. കിങ് ദുഷ്യന്ത ഈസ് എ പോർട്രേഡ് ആസ് എ ഐഡിയൽ റൂറൽ ബ്രേവ് യെറ്റ് ഹംബിൾ പവർഫുൾ യെറ്റ് റെസ്പെക്ട്ഫുൾ എസെറ്റിക് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതായത് നല്ലൊരു അടിപൊളി ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളുടെ ദുഷ്യന്തൻ രാജാവ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ അതുപോലെ ഇന്നസെൻസ്, ഗ്രേസ്, നേച്ചുറൽ ബ്യൂട്ടി ഒക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ വായിച്ച് നോക്കണം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ബിക്കോസ് നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആണല്ലോ. പിന്നെ എന്താണ് ഇതിൻ്റെ തീം, അതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പറയണം. തീം ഓഫ് ദ പ്ലേ ഇൻക്ലൂഡ് ലവ്, നേച്ചർ, ഡ്യൂട്ടി മീൻസ് ധർമ്മം കേട്ടോ. ദെൻ മെമ്മറി ആൻഡ് ലോസ് ആൻഡ് ഡിവൈൻ ജസ്റ്റിസ്. നേച്ചർ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം പ്രകൃതി തന്നെ നല്ലൊരു ഭാഗം ഇതിൽ വഹിക്കുന്നുണ്ട്. റിഫ്ലക്റ്റിംഗ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് എൻചേഞ്ചിങ് എസ്തെറ്റിക് ചാം ഓഫ് ദ പ്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് the idea that true love survives trials is guided by divine will give the play of philosophical depth എന്ന് പറയുന്നത്. വളരെ ഫിലോസഫിക്കലായി താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലേയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻ കൺക്ലൂഷൻ ഇതിൻ്റെ കൺക്ലൂഷൻ പറയുന്നത് എങ്ങനെയാണ്, ശകുന്തള ഈസ് എ മാസ്റ്റർ പീസ് ഹാർമോണിയസ് ബ്ലെൻഡ്സ് ഓഫ് ഹ്യൂമൻ ഇമോഷൻ വിത്ത് സ്പിരിച്വലി നേച്ചർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാളിദാസ് പോയറ്റിക് ബ്രില്യൻസ്. ഇതിൽ നമ്മുടെ കാളിദാസിൻ്റെ പോയറ്റിക് ബ്രില്യൻസ് ആണ് കാണാൻ പറ്റുന്നത്. സംഭവം നമ്മുടെ ദുഷ്യന്ത രാജാവൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാളിദാസിൻ്റെ റൈറ്റർ ആയിട്ടുള്ള കാളിദാസിൻ്റെ നല്ലൊരു എന്താ പറയുക, നമ്മുടെ മറ്റേ പിന്നെ ഡയറക്ടർ ബ്രില്യൻസ് ഒക്കെ സിനിമയിൽ പറയില്ലേ, അതേപോലെ റൈറ്റർ ബ്രില്യൻസ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റിംഗ് വർക്ക് ആർട്ട് കണ്ടിന്യൂസ്
enchant the readers across generation. ഏതൊക്കെ ജനറേഷൻ കഴിഞ്ഞാലും എല്ലാ ജനറേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലാനെ അദ്ദേഹം മാറ്റിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അതാണ് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടായിരിക്കണം എൻ്റെ മക്കൾ എക്സാമിന് പോകേണ്ടത്. അടുത്ത് നോക്കിക്കോ, അടുത്ത് വരാൻ ചാൻസ് ഉള്ള ഒരു നരേഷൻ നമ്മുടെ വാർ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അത് എവിടുന്നാണ് പറഞ്ഞിട്ടുള്ളത്? റെഡ് സ്റ്റൗട്ട് മാനെ കണ്ടു, അതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്രിയോട്ടിക് ഫീലിങ്സ് പറയുന്നുണ്ട്, അദ്ദേഹം അതേപോലെ പൊട്ടിക്കരയുന്നുണ്ട് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നരേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സാർ ഇതിൽ ചെറുതാക്കി കൊടുത്തിട്ടാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, 7 മാർക്കിന് ചോദിച്ചാൽ ഒരു 1.5 എഴുതണം കേട്ടോ. എത്രയും വേണ്ടത് 1.5. ഓക്കെ. When I returned home, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മൈ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട്, എൻ്റെ കുട്ടികളെല്ലാം എൻ്റെ ചുറ്റുമിരുന്നു. ക്യൂരിയസ് അബൌട്ട് മൈ ജേർണി, എൻ്റെ ജേർണിയെക്കുറിച്ച് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എൻ്റെ മക്കൾ ചോദിച്ചു. ആ സ്ത്രീ ഇതാണ് കേട്ടോ. ഐ ബിഗാൻ ടു ടെല്ലിംഗ് ദം അബൌട്ട് എ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ ഐ മെറ്റ് ദ ട്രെയിൻ, ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയ ആ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഹിസ് ബ്ലഡ് ഷോട്ട് ഐസ് ആൻഡ് ലൗഡ് വോയിസ് ഫസ്റ്റ് മെയ്ഡ് ലുക്ക് ഹിം റഫ് ആൻഡ് ഇൻസെൻസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചുവന്ന കണ്ണുകളും ആ ഒരു അതിഭീകരമായ സ്റ്റൗട്ട് ബോഡി കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ ഇൻസെൻസിറ്റീവ് ആയിപ്പോയി, റഫായിപ്പോയി. ലുക്ക് റഫല്ല, റഫായിട്ട് നോക്കുന്നുണ്ട്, ലുക്ക് റഫ് മാറിപ്പോയതാണ്. ദെൻ ആസ് ദ കൺവെർസേഷൻ ടേൺ ടു വാർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺവെർസേഷൻ ഇതിൻ്റെ ടേൺ ടു വാർ, യുദ്ധങ്ങളിലേക്ക് നീങ്ങുന്നു. ഹി സ്പോക്ക് പാഷനാലിറ്റി അബൌട്ട് പാട്രിയോട്ടിസം ആൻഡ് സാക്രിഫൈസ്, അദ്ദേഹം രാജ്യസ്നേഹത്തിനെ കുറിച്ചും അതായത് പിന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് പറയുന്നു. ഹി ക്ലിയർഡ് പ്രൗഡ്ലി ദാറ്റ് ഹിസ് സൺ ഹാഡ് ഗോൺ ടു ദ ബാറ്റിൽ ഫീൽഡ് ആൻഡ് ദാറ്റ് ഡൈയിങ് ഫോർ ദ നേഷൻ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഹോണർ എന്ന് പറയുന്നുണ്ട്. ദെൻ അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹി അപ്പിയർഡ് ലൈക്ക് എ ഹീറോ ഫിൽഡ് വിത്ത് കറേജ് ആൻഡ് നാഷണൽ പ്രൈഡ് എന്ന് പറയുന്നുണ്ട്. തൻ്റെ സ്വന്തം മകൻ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ തൻ്റെ മകൻ മരിച്ചു പോയതുകൊണ്ട് തനിക്കൊരു പ്രശ്നവും തൻ്റെ മകന് മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൻ മരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് നമ്മുടെ ആ ഒരു സ്റ്റൗട്ട് മാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആൻഡ് ഹിസ് വോയിസ് ബിഗാൻ ടു ഷേക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്താ തുടങ്ങി, ശബ്ദങ്ങൾ പതറാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ആ സ്ത്രീ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസ് റിയലി യുവർ സൺ ഡെഡ്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, സഡൻലി ഹി ബ്രോക്ക് ഡൗൺ ദ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ സോഴ്സ് അൺഎബിൾ ടു ഹൈഡ് ഇൻ പെയിൻ, അദ്ദേഹത്തിൻ്റെ വേദന മറച്ചു പിടിക്കാൻ സാധിച്ചില്ല. സഡൻലി ഹി ബ്രോക്ക് ഡൗൺ അൺകൺട്രോളബിൾ സോബ്സ് അൺഎബിൾ ടു ഹൈഡ് പെയിൻ ദെൻ ഐ റിയലൈസ്ഡ് ബിഹൈൻഡ് ദ പ്രൗഡ് ഓഫ് സ്പീച്ചസ് വാസ് ബ്രോക്കൺ ഫാദർ ഹർട്ട്, അതായത് ഒരുപാട് ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത്, എൻ്റെ മകൻ മരിച്ചു, എനിക്ക് എന്താ ഒരു പ്രശ്നമില്ല, എൻ്റെ മകൻ മരിച്ച ലോകത്ത് പിന്നെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഉറക്കനെ ശബ്ദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ഒരു നിമിഷം സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു പോയി, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു എന്ന് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, അയാൾ ആകെ ഡൗൺ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണടാ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇത് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സാർ ഇവിടെ ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാം വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സാമിന് പോവേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, മറ്റൊരു ക്യാരക്ടർ സ്കെച്ച്. ആ ഗ്രീവിംഗ് മദറിൻ്റെ വാറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്യാരക്ടർ സ്കെച്ച് ആണ്. ആരുടെ ക്യാരക്ടർ സ്കെച്ച്, ഗ്രീവിംഗ് മദറിലെ. അപ്പം നമ്മൾ സ്റ്റൗട്ട് മാനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഗ്രീവിംഗ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് 6 മാർക്കിനും. എന്നാൽ അതുകൂടി നോക്കിക്കോ, ക്യാരക്ടർ സ്കെച്ച് ഗ്രീവിംഗ് മദർ ഇൻ വാർ ബൈ ലൂയിജി പിരൻഡലോ. സോ നോക്കിക്കോ, ഗ്രീവിംഗ് മദർ ലൂയിജി പിരൻഡലോ സ്റ്റോറി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് മൂവിങ് ട്രാജിക് ക്യാരക്ടേഴ്സ് ഇൻ ദ നരേറ്റീവ്. അതായത് മൂവിങ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര നടക്കുന്നുണ്ടല്ലേ, യാത്രയിൽ എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളുടെ ആ ഒരു ഗ്രീവിംഗ് മദർ എന്ന് പറയുന്നത്. ദോ ഷീ സ്പീക്സ് വെരി ലിറ്റിൽ, ഈ അപ്പയറൻസ് ഇമോഷൻ ബിഹേവിയർ പവർഫുള്ളി കൺവേസ് ഡീപ്പ് സഫറിംഗ് കോസ്ഡ് ബൈ വാർ. യുദ്ധം കാരണത്താൽ അവളുടെ എന്താണ്, യുദ്ധം കാരണത്താൽ സ്വന്തം മകൻ യുദ്ധത്തിന് പോവുകയാണ്, അതുകൊണ്ട് അവളുടെ ഉള്ളൊക്കെ ഇങ്ങനെ പൊട്ടിക്കെതിച്ച് നിൽക്കുന്ന സമയമാണ്. ഇൻ അപ്പിയറൻസ് ലേഡി ലുക്ക് എ പെയിൽ വീക്ക് എക്സോസ്റ്റഡ്, ആ സ്ത്രീയെ കണ്ടാൽ തന്നെ ആ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ഹെർ ഫേസ് റിഫ്ലക്ട് പ്രൊലോങ്ഡ് ഗ്രീഫ് ആൻഡ് ഹെർ ഐസ് സീം എംപ്റ്റി. അവളുടെ കണ്ണൊക്കെ എന്താണ്, അവളുടെ കണ്ണുകളൊക്കെ ആകെ എംപ്റ്റി ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ആൾസോ ഷീ ഹാസ് ക്രൈഡ് എൻലെസ്ലി, അവസാനമില്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഷീ സിറ്റ്സ് ക്വൈറ്റ്ലി ഇൻ ദ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ്, ഭയങ്കര ശാന്തമായിക്കൊണ്ട് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ. വിഡ്രോൺ ദ ആൾമോസ്റ്റ് ലൈഫ്ലെസ് സജസ്റ്റിംഗ് ദാറ്റ് ഷീ ഹാസ് ആൾറെഡി എൻജോയ്ഡ് അൺബിയറബിൾ ഇമോഷണൽ പെയിൻ. ഹെർ ഫിസിക്കൽ ഫ്രറ്റിനിറ്റി മിറർ ഇൻ ഹെർ ഇന്നർ കൊളാപ്സ് എന്ന് പറയുന്നുണ്ട്. എടാ ഇതൊക്കെ സിമ്പിൾ പോയിന്റ്സ് ആണ്, എല്ലാവരും ശരിക്കും കൃത്യമായിട്ട് പഠിച്ചോ. എടാ സാറ് വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സാർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് സെറ്റാക്കി അടിപൊളിയാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എടാ നിങ്ങൾ ലൈവ് കണ്ട മക്കളായിരിക്കാം, എൻ്റെ ലൈവ് കണ്ട മക്കൾ പലരും പറഞ്ഞു എന്നോട് സാർ ഇതിൻ്റെ ആൻസർ വേണം. എടാ അതിൻ്റെ ആൻസറൊക്കെ ഉള്ള സാധനമാണ് സാർ ചെയ്യുന്നത്, കൃത്യമായിട്ട് നോക്കിക്കോ. ഇമോഷണലി ഷീ ഓവർവെൽഡ് ബൈ സോറോ ആൻഡ് ഷോക്ക്, തൻ്റെ സ്വന്തം മകൻ യുദ്ധത്തിന് പോവുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അൺലൈക്ക് ദ അതർ പാസഞ്ചേഴ്സ് ഹു ലൗഡ്ലി സ്പീക്ക് അബൌട്ട് പാട്രിയോട്ടിസം ആൻഡ് സാക്രിഫൈസ്, അവിടെ ഒരുപാട് മനുഷ്യർ ഞങ്ങളുടെ മക്കളൊക്കെ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഒരുപാട് മനുഷ്യർ പറയുന്നുണ്ട്.
ദ മദർ റിമെൻ സൈലൻറ്റ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ മദർ എന്ത് സൈലൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രീവിംഗ് മദർ ആണ് കേട്ടോ. ഹെർ സൈലൻസ് ഈസ് മോർ പവർഫുൾ ദാൻ വേർഡ്സ്. അവളുടെ വാക്കുകളെക്കാൾ പവർഫുൾ ആയിരുന്നു അവളുടെ സൈലൻസ്. റിവീലിംഗ് ഗ്രീവ് ടു ഡീപ്പ് എക്സ്പ്രസ്. ഷി ഹാസ് ഓൾറെഡി ലോസ്റ്റ് ഹെർ സൺ, സോ ദ സൺ ഇൻ ദ വാർ. അവളുടെ മകൻ ഓൾറെഡി യുദ്ധത്തിന് പോയിട്ടുണ്ട്. ആൻഡ് ദിസ് ലോസ് ഹാസ് ക്ലാഷ് ദ സ്പിരിറ്റ് കംപ്ലീറ്റ്ലി. അതാണ് അവൾക്ക് എന്ത് ചെയ്ത് അവളുടെ ആ സ്പിരിറ്റ് മുഴുവൻ നഷ്ടപ്പെടാനുള്ള കാരണം. ഓക്കെ, ഹെർ ബിഹേവിയർ ത്രൂ ഔട്ട് ദ ജേർണി മേക്ക് ദ ക്വൈറ്റ് എൻഡ്യൂറൻസ് റെസ്ട്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഷീ ലിസൺസ് അതേഴ്സ് വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ് ദിം. മറ്റുള്ളവരെ ഇൻറ്ററപ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്തു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ഷോയിങ് നോ ആങ്കർ ആൻഡ് ആർഗ്യുമെൻറ്റ്. അവിടെ ഇരിക്കുന്ന ആരോടും എന്ത് ചെയ്തില്ല, ഒരു ദേഷ്യമൊന്നും കാണിച്ചില്ല. ഷീ ഡസ് നോട്ട് ടു ട്രൈ ഗ്ലോറിഫൈ ഓർ കൺസോൾ ഹെർ സെൽഫ് ദ ഐഡിയാസ് ഹോണർ പാട്രിയോട്ടിസം. ഇൻസ്റ്റഡ് ഷീ അക്സെപ്റ്റ് ഹെർ ലോസ് പെയിൻഫുൾ റെസിഗ്നേഷൻ കെയറിങ് ഹെർ സോറോ ഇൻവാർഡിലി എന്ന് പറയുന്നുണ്ട്. എടാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ സ്വന്തം മകൻ മരിച്ചിട്ട് അതിലിങ്ങനെ പൊട്ടി കരഞ്ഞിരിക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അവൾ രാജ്യം സ്നേഹം ഓക്കെ ബെസ്റ്റാണ്, പക്ഷേ എന്നാലും സ്വന്തം മക്കൾ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പിന്നെ സ്റ്റോറിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്ത് ഫൈനൽ ക്വസ്റ്റ്യൻ ട്രാവലർ എന്ത് ചോദിക്കുന്നുണ്ട്, സിമ്പിളായിട്ട് നമ്മുടെ സ്റ്റൗട്ട് മാനുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ദ റിയാലിറ്റി ഓഫ് വാർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിയാലിറ്റി ഓഫ് വാർ, യുദ്ധത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്താ ത്രൂ ദിസ് ക്യാരക്ടർ പിരൻ്റലോ പ്രസൻസ് ദ ട്രൂ തീം ഓഫ് ദ സ്റ്റോറി. ഈ കഥയുടെ ശരിക്കുള്ള തീം ഈ ഒരു ക്യാരക്ടറിലൂടെയാണ് ആര് പറയുന്നത്, ലൂയിഗി പിരൻ്റലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാർ മേ ബി പ്രൈസ് ഇൻ വേർഡ്സ്. യുദ്ധം എന്ത് ചെയ്യാം, വാക്കുകൾ കൊണ്ട് പ്രൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ബട്ട് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് ദ സൈലൻറ്റ്. പക്ഷേ അതിൻ്റെ പുറകിലൊക്കെ ഒരു സൈലൻസ് ഉണ്ട്. ലൈഫ് ലോങ് സഫറിങ്. ദ ഗ്രീവിംഗ് മദർ ബിക്കംസ് ദ വോയിസ് ഓഫ് ട്രൂത്ത്. ആ ഒരു ഗ്രീവിംഗ് മദർ എന്താണ്, ഒരു സത്യത്തിൻ്റെ വോയിസായി മാറി. റിമൈൻഡിങ് റീഡേഴ്സ് ദാറ്റ് റിയൽ കോസ്റ്റ് ഓഫ് ദ വാർ ഈസ് പെയ്ഡ് ഇന്നസെൻറ്റ് ഹ്യൂമൻ ഹേർട്സ്. അതായത് ഒരുപാട് നിഷ്കളങ്കരായ മക്കളെ മക്കളുണ്ട് അവർക്ക്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരുടെ വിഷമങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ഗ്രീവിംഗ് കൊണ്ട് എന്ത് ചെയ്തു, അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എടാ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസ് എന്തിട്ടുണ്ട് സാർദിൽ പറയുന്നുണ്ട്. എടാ 54 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്രിസിയേഷൻ ലൈൻ ബൈ ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്നിവിടെ അവസാനിച്ച ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രീവിംഗ് മദർ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി സാർ വിചാരിക്കുന്നു. സർ, ഇറ്റ് ഇസ് മീ ഇയാസ് സർ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനാ വേറൊരു സൊല്യൂഷൻ, മുഴുവൻ വീഡിയോയും അതായത് സാർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എക്സാം എഴുതിക്കോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പ്രഡിക്ഷൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റ ബൈ ബൈ, സീ യു.